നമ്മൾ കോൺഗ്രസ് ആണ്, നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകമാണ്. അത് കാത്തു സൂക്ഷിക്കാൻ ഓരോ കോൺഗ്രസുകാരും ബാധ്യതപ്പെട്ടവരാണ്. ഈ നാടിനെ ഛിന്ന ഭിന്നമാക്കാൻ, ഈ നാടിനെ കുത്തിക്കീറാൻ ഇവിടെ കുറെ ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനം ഈ സംസ്ഥാനത്തെ ഗവൺമെന്റും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ ഇന്ന് പറഞ്ഞു, ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്താൻ നിൽക്കുന്ന ഈ കേരളത്തിൽ വർഗീയവാദികൾ അതിൽ കാത്തിരിക്കുമ്പോൾ അവർക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുകയാണ് CPM ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ പറയുന്നു, പിണറായി വിജയനും VD സതീശനും ഒക്കെ ഇല്ലാതാവും, കുറച്ചു കഴിയുമ്പോൾ ഓർമ്മയാകും. പക്ഷെ ഈ കേരളം ഉണ്ടാകും. കേരളം, നമ്മൾ വരാനിരിക്കുന്ന തലമുറകളോട് നമ്മൾ ഈ അനീതി കാണിക്കരുത്, കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കരുത്. അതാണ് നമ്മുടെ അഭ്യർത്ഥന. അതിനുവേണ്ടി എന്ത് വില കൊടുത്തും നമ്മൾ പോരാടുക തന്നെ ചെയ്യും. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹായുദ്ധമാണ്. ആ യുദ്ധത്തിൽ വീറുറ്റ പോരാളികളെ പോലെ പൊരുതി 2001-നേക്കാൾ തിളക്കമാർന്ന വിജയം നേടിയെടുക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളാകണം ടീം UDF-ന്റെ മുഖവും ശബ്ദവും നിങ്ങളാകണം. എല്ലാ വാർഡുകളിലും ആ ടീം UDF-ന്റെ ശബ്ദം എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ ചരിത്രത്തിലെ മഹാഭൂരിപക്ഷം നേടി മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന കേരള ജനത ടീം UDF